ഹായ് ചിറ്റു, നമ്മളിപ്പോ ഉള്ളത് പെരൂമ്പ് കല്ലഞ്ചിറയിലാണ്. ഈ വഴിയുള്ള യാത്ര ദുരിതം എന്ന് മാത്രമല്ല സമീപവാസികൾക്ക് കൂടി ദോഷകരമാവുന്ന വിധത്തിലാണ് ഉള്ളത്. സ്ത്രീകൾ ഒരു 3 വഴിക്കാര് ഈ പൊടി കാരണം ഇന്നുന്ന ചോറ് വിളമ്പി വെച്ചിട്ട് ചോറ് പോയി കൈ കഴുകിയിട്ട് വരുമ്പോഴേക്കും ചോറിന് മുഴുവൻ വന്നു ഈ പാറപ്പൊടി. ആ സിമെന്റ് പൊടിയും കൂടെ നേരെ പഞ്ചായത്തിൽ പോയവർ ഈ ചോറുമായിട്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവർ 5-ാം തീയതി വന്ന് റോഡ് പൊളിച്ചിട്ടതാണ്. എന്നിട്ട് ഇപ്പോൾ മാസം 2 കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം കഴിയാറായി. എന്നിട്ടും അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് കോൺട്രാക്ട്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കോൺട്രാക്റ്റുകാരോട് പറയും. കോൺട്രാക്റ്റുകാരോട് ഇവിടെ ഒന്ന് വെള്ളം നനയ്ക്കാനേ ആവശ്യപ്പെട്ടുള്ളൂ. അല്ലാണ്ട് ഇത് പെട്ടെന്ന് പണി തീർക്കണം പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റുകാരനും പറ്റില്ല. അവർ ഘട്ടം ഘട്ടമായി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ അത് ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒന്ന് ചെയ്തു തന്നാൽ മതി. അല്ല, ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു നോക്കി. ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ റോഡ് ഉപരോധിക്കും. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് പോലീസുകാർ വന്നു ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം പഞ്ചായത്തിൽ പറഞ്ഞിട്ട് ചെയ്തോളാം. പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ സഹകരിക്കും. പഞ്ചായത്തുകാരും പറഞ്ഞു നിങ്ങൾ റോഡ് ഉപരോധിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ നാട്ടുകാർ മൊത്തത്തിലെടുത്ത തീരുമാനത്തിലാണ് റോഡ് ഉപരോധിക്കുന്നില്ലേ? അധികാരം ആര് കണ്ട് ഇത് ചെയ്തു തന്നാലും എത്രയും വേഗത്തിൽ ചെയ്തു തീർത്താൽ അത്രയും. ഓക്കെ. പെരുവമ്പ് കല്ലഞ്ചിറ റോഡിലെ ഈ യാത്രാ ദുരിതത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാവട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ദെൻ ബൈ.